ലോക വ്യാപാരത്തിന് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം. യുദ്ധം 6ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യയെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന നിർണായക ജലപാതയായ ഹോർമോസ് കടലിടുക്ക് ഇപ്പോഴും അടഞ്ഞ നിലയിലാണ്. ഈ സാഹചര്യത്തിൽ ജലപാത തുറക്കാൻ പ്രസിഡന്റ് നൽകിയ 48 മണിക്കൂർ അന്ത്യശാസനവും അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. ഏപ്രിൽ 6-നകം പാത തുറക്കണമെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്ന ട്രംപ് അതിന് തയ്യാറാകാത്ത പക്ഷം ഇറാനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ അന്ത്യശാസനം ഇറാൻ തള്ളിക്കളഞ്ഞു. മറിച്ച് യുഎസിന് സർപ്രൈസ് കാത്തിരിക്കുന്നുവെന്ന മുന്നറിയിപ്പാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. ഹോർമോസ് കടലിടുക്ക് അടച്ചതോടെ രാജ്യാന്തര എണ്ണ വ്യാപാരത്തിന് വലിയ ആഘാതമാണ് നേരിട്ടത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നു. ബ്രെന്റ് ക്രൂഡ് ബാരലിന് $150 സമീപത്താണ് വ്യാപാരം അവസാനിപ്പിച്ചത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം എണ്ണവിലയിൽ ഏകദേശം 50% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജലപാത തുറക്കാൻ ട്രംപ് നിരവധി തവണ ഇറാനോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. സഖ്യരാജ്യങ്ങളുടെ പിന്തുണയോടെ സമ്മർദ്ദം ചെലുത്താനും ശ്രമിച്ചെങ്കിലും വലിയ പ്രതികരണം ലഭിച്ചില്ല. ഇതിനിടെ ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചിട്ടില്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. യുഎസുമായോ ഇസ്രായേലുമായോ ബന്ധമുള്ള കപ്പലുകൾക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് യാത്ര തുടരാൻ അനുമതി ഉണ്ടെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ ഇതിനകം ഈ പാത ഉപയോഗിച്ച് യാത്ര നടത്തിയതായി റിപ്പോർട്ടുകളുമുണ്ട്. അതേസമയം നിശ്ചിത സമയപരിധിക്കുള്ളിൽ പാത തുറക്കാത്ത പക്ഷം യുഎസ് കൂടുതൽ സൈനിക നടപടിയിലേക്ക് കടന്നു പോകുമെന്ന സൂചനകൾ ശക്തമാവുകയാണ്. ഇതിനായി കൂടുതൽ യുദ്ധവിമാനങ്ങളും ദീർഘദൂര ക്രൂസ് മിസൈലുകളും മേഖലയിലേക്ക് വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. സംഘർഷം നീണ്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ആഗോള വിപണിയിലും ഊർജ്ജ മേഖലയിലും അടുത്ത ദിവസങ്ങളിലും സമ്മർദ്ദത്തിലാവുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ദുഃഖവെള്ളി അടക്കം 3 ദിവസത്തെ അവധിക്ക് ശേഷം തിങ്കളാഴ്ച വീണ്ടും വിപണി തുറക്കും. നിലവിലുള്ള സൂചനകൾ പ്രകാരം ഓഹരി വിപണികളെല്ലാം നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങാനാണ് സാധ്യത. ഇന്ത്യൻ ഓഹരി വിപണി തുടർച്ചയായി നഷ്ടത്തിലാകുന്ന 6ാമത്തെ ആഴ്ചയാണ് കടന്നുപോയത്. 3 ദിവസം മാത്രം വ്യാപാരം ഉണ്ടായിരുന്ന കഴിഞ്ഞ ആഴ്ചയിൽ സെൻസസ് 0.35%, നിഫ്റ്റി 0.46% ഒഴിഞ്ഞു. കൂടുതൽ രൂക്ഷമാകുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷവും ക്രൂഡ് ഓയിൽ വില വർധനയും തന്നെയാകും അടുത്ത ദിവസങ്ങളിലും വിപണിയെ സ്വാധീനിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് പുറത്തുവരുന്ന തൊഴിൽ കണക്കുകൾ, റിസർവ് ബാങ്കിന്റെ പണയനയ യോഗം എന്നിവ നിർണായകമാകും. തിങ്കളാഴ്ച ചേരുന്ന യോഗത്തിന്റെ തീരുമാനം 8-ന് പുറത്തുവിടും. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പലിശ നിരക്കിൽ എന്തു മാറ്റം വരുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പൽ ചൈനയിലേക്ക് വഴിതിരിച്ചുവിട്ടതിൽ വിശദീകരണവുമായി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി. പണമിടപാട് സംബന്ധിച്ച് ചില തർക്കങ്ങളെ തുടർന്നാണ് കപ്പൽ ചൈനയിലേക്ക് തിരിച്ചതെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ 7 വർഷത്തിനു ശേഷം ഇറാനിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിയത് സ്ഥിരീകരിച്ച കേന്ദ്ര സർക്കാർ ഈ റിപ്പോർട്ടിൽ വിശദീകരണം നൽകി. തിങ്കളാഴ്ച ഇന്ത്യൻ ഓഹരി വിപണിയെ സ്വാധീനിക്കുന്ന 5 ഘട്ടങ്ങളായിരിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. റിസർവ് ബാങ്കിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ പണനയം തീരുമാനത്തിനുള്ള ആദ്യ യോഗം തിങ്കൾ മുതൽ ബുധൻ വരെ നടക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ അടിസ്ഥാന പലിശ നിരക്കിൽ RBI എന്ത് തീരുമാനമെടുക്കുമെന്നത് നിർണായകമാകും. ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചത് പണപ്പെരുപ്പത്തിന് കാരണമായേക്കുമെന്നും ഇതിലൂടെ സൂചന ലഭിക്കുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 6 തവണ RBI യോഗം ചേരുമെന്നാണ് വിവരം. പശ്ചിമേഷ്യയിൽ ഇരു വിഭാഗവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് വിപണിയിൽ ക്രൂഡ് വില ഉയർത്തിയിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയതിൽ പിന്നെ ഹോർമോസ് അടച്ചുകിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ക്രൂഡ് ഓയിൽ ബാരലിന് $109 യുദ്ധം വീണ്ടും മുറുകിയാൽ വില ഇനിയും വർദ്ധിക്കും. സമാധാനത്തിലെത്തുമെന്ന് കരുതിയെങ്കിലും ഓരോ ദിവസം ഇറാൻ യുദ്ധം പിടിവിട്ട് കുതിക്കുകയാണ്. സമാധാന കരാർ ഉണ്ടാക്കാൻ ട്രംപ് അനുവദിച്ച സമയം നാളെ തീരും. ഇതിനുശേഷം എന്ത് നിലപാടെടുക്കുമെന്നത് നിർണായകമാണ്. കനത്ത ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. RBI ഇടപെടലിനെ തുടർന്ന് വ്യാഴാഴ്ച അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് മെച്ചപ്പെട്ടിരുന്നു. 152 പൈസ കയറി 93.18 ക്ലോസിംഗ്. വിപണിയിലെ കച്ചവടം നിയന്ത്രിക്കാനുള്ള നടപടികളാണ് രൂപയ്ക്ക് രാശിയായത്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വിദേശനയ നിക്ഷേപകരുടെ പിന്മാറ്റം തുടരുകയാണ്. കഴിഞ്ഞ മാസം വിദേശികൾ 1.22 ലക്ഷം കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിൽപ്പനയാണ് നടന്നത്. അടുത്ത ദിവസങ്ങളിൽ ഇവർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നാണ് നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. സ്വർണവും കടുത്ത ചാഞ്ചാട്ടത്തിലായിരുന്നു. പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകളും ഡോളർ സൂചികകളുടെ കയറ്റങ്ങളും സ്വർണ്ണവിലയിലെ കാര്യമായി സ്വാധീനിച്ചു. തുടക്കത്തിൽ നിക്ഷേപകർ ജാഗ്രതയിലായിരുന്നു. എന്നാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ സ്വർണ്ണവില ഉയർത്തി. രാജ്യാന്തര വിപണിയിൽ ഒരു വേള ഔൺസിംഗിന് $4,790 സ്വർണ്ണ നിലവിൽ $4,676.54 എന്ന നിലയിലാണ്. അടുത്ത ദിവസങ്ങളിലും വിലയിൽ ചാഞ്ചാട്ടം ഉണ്ടാകാനാണ് സാധ്യത. കേരളത്തിൽ 1 പവൻ സ്വർണ്ണത്തിന് 1,10,680 രൂപ എന്ന നിലയിലാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.